അപ്പോൾ ഇന്ന് മിസ്സ് നിങ്ങളെപ്പോഴും ഇപ്പോൾ ക്ലാസ്സിനായാലും മിസ്സിനോട് ഇടയ്ക്ക് ഇങ്ങനെ എപ്പോഴും ഒരു സങ്കടമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. എപ്പോഴും പഠിക്കുന്നുണ്ട് മിസ്സേ, പക്ഷേ അത് എക്സാം ആകുമ്പോൾ ഓർമ്മ വരുന്നില്ല, എഴുതാൻ പറ്റുന്നില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മറന്നു പോകുന്നു, എന്താ ചെയ്യാന്നല്ലേ. അപ്പോൾ അതിനുള്ളൊരു പരിഹാരമായിട്ടാണ് മിസ് ഇന്ന് വന്നത്. അതിനുള്ളൊരു കാരണം, നിങ്ങൾ എന്തുകൊണ്ടാണ് പഠിച്ചത് ഇങ്ങനെ മറന്നു പോകുന്നത്. അപ്പോൾ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, റിവിഷൻ. നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ എന്താണ് അത് റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് പറ്റില്ല, നമുക്ക് ആർക്കും ഓർമ്മ നിൽക്കില്ല. അതിപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രശ്നമല്ല, അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അതിൽ തന്നെ വളരെ കുറച്ച് പേർക്ക് മാത്രമേ എന്തുള്ളൂ, ഒറ്റ തവണ പഠിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും ഓർമ്മ നിൽക്കുന്നത്. അത് വളരെ റെയർ ആയിട്ടുള്ള കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. അതല്ലാതെ എല്ലാവർക്കും എന്താണ്, നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ മറന്നു പോകും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാമെന്നില്ല, അത് റിവൈസ് ചെയ്യുന്നില്ല. റിവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ഈ റിവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ റിവിഷൻ ഇത്രയധികം ഇമ്പോർട്ടൻ്റ് ആണോ? പക്ഷേ എന്തിനാണ് ഇത് ഇങ്ങനെ പറയുന്നത്? റിവിഷൻ എന്ന് പറയുന്നത് നമ്മളുടെ പഠിത്തത്തിൽ, നമ്മളുടെ ലേണിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. കാരണം നമ്മൾ എത്ര പഠിച്ചിട്ടും അത് റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ് വേസ്റ്റാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് മറന്നു പോകാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ റിവൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ എന്തൊക്കെ പഠിച്ചാലും അത് റിവിഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. സോ റിവിഷൻ്റെ ഇമ്പോർട്ടൻസ് ആണ് മിസ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നതിന്. അതെങ്ങനെയാണ് ചെയ്യുക, അതെപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. സോ വാട്ട് ഈസ് റിവിഷൻ? അപ്പോൾ മിസ് തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഒന്നുകിൽ ഡെയിലി നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്യണം. രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മളതൊന്ന് ഓർത്ത് പോകണം. അല്ലെങ്കിൽ നമ്മളെന്താണ് പഠിക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ട്സ് എഴുതി വെക്കും അല്ലേ. അപ്പോൾ അത് നോക്കി ഒന്ന് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തെടുക്കണം. അങ്ങനെ ആവുമ്പോഴേ ഇപ്പം നമ്മളെല്ലാവരും പഠിക്കുന്ന കുട്ടികളാണ്, നമുക്കറിയാം നമ്മളുടെ ന്യൂറോൺസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ കമ്മ്യൂണിക്കേഷനിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ മെമ്മറി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബ്രെയിനിൽ മെമ്മറി ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ, ലോങ് ടേം മെമ്മറി ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ റിവിഷൻ ചെയ്തേ പറ്റൂ. അത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് നിൽക്കില്ല. ഓക്കെ, ദെൻ എപ്പോഴാണ് റിവിഷൻ ചെയ്യേണ്ടത്? ഓക്കെ, എപ്പോഴാണ് റിവിഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം നമുക്കിപ്പോൾ ഒരുപാട് ടൈമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ക്ലാസ്സും അല്ലെങ്കിൽ ഡെയിലി പഠിക്കുന്നത് നമുക്ക് ഡെയിലി റിവൈസ് ചെയ്യാം, രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്യാം. ആൻഡ് ആ ഒരു വീക്ക്ലി പഠിച്ചു കഴിഞ്ഞ, ഒരു വീക്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ ഒരു സൺഡേ അല്ലെങ്കിൽ ഒരു സാറ്റർഡേ നമുക്ക് റിവൈസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ മന്ത്ലി റിവൈസ് ചെയ്യണം. അതൊക്കെ എന്താ, നമ്മൾ ആദ്യം മുതലുള്ള ടൈമാണെങ്കിൽ. ഇപ്പം നമ്മൾക്ക് എക്സാം അടുത്തു, ഇനിയിപ്പം നമുക്ക് മന്ത്ലി ഒന്നും പറയാനില്ല, നമുക്ക് ഓൾമോസ്റ്റ് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എക്സാമിന്. ഓക്കെ, ദെൻ എങ്ങനെയാണ് ഈ റിവിഷൻ ചെയ്യേണ്ടത്? അപ്പോൾ അത് മിസ് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ റിവിഷൻ ചെയ്യാതാവുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നത്. ഓക്കെ, അത് നോർമലാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് മറന്നു പോകും. അത് നിങ്ങൾക്ക് ആർക്കും ബുദ്ധി ഇല്ലാത്തതുകൊണ്ടോ നിങ്ങൾക്കൊന്നും അറിയാത്തതുകൊണ്ടോ ഒന്നുമല്ല. നമ്മൾ റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ മറന്നു പോകുന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ റിവൈസ് ചെയ്തിട്ടില്ലെങ്കിലാണ് എന്ത് നമ്മൾക്ക് പറ്റണേ, മറന്നു പോകണമെന്ന് മിസ് പറഞ്ഞല്ലേ. അപ്പോൾ അതെന്താണ്, ഒരു നോർമലായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു കുറച്ച് കാര്യങ്ങൾ, ഒരു 3 മണിക്കൂർ എടുത്ത് നമ്മളൊരു കാര്യം പഠിക്കുകയാണെന്ന് കരുതാം. ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഫുൾ പഠിച്ചു, 3 മണിക്കൂർ നമ്മൾ ഇരുന്ന് പഠിച്ചു. പക്ഷേ ഒരു 1 അവർ കഴിയുമ്പോഴേക്ക് നമ്മൾ ആ പഠിച്ചതിൻ്റെ 50% നമ്മൾ മറന്നു പോയിട്ടുണ്ടാകും. നിങ്ങൾ ആലോചിക്കണം, 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചതിൻ്റെ 50% നമ്മൾ മറന്നു പോകും. ബാക്കി പകുതി മാത്രമേ നമ്മളുടെ ബ്രെയിനിൽ നിൽക്കുള്ളൂ. അങ്ങനെ സമയം കഴിയുന്നതിനനുസരിച്ച് എന്താവും, ഈ പഠിച്ച 3 മണിക്കൂർ എടുത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ മറന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡെയിലി നമ്മൾ എന്താണ് പഠിച്ചത് അതൊന്നുകൂടി ഓർത്തെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അന്ന് പഠിച്ച മുഴുവൻ വേസ്റ്റാണ്. പിന്നെ നിങ്ങൾ അടുത്ത ദിവസം പുതിയ കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ അത് നിങ്ങൾ റിവൈസ് ചെയ്തില്ലെങ്കിൽ അന്ന് പഠിച്ചതും വേസ്റ്റാണ്. അങ്ങനെ കംപ്ലീറ്റ് നമ്മളിങ്ങനെ ഡെയിലി പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ റിവൈസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താ പറ്റുക, നമ്മളുടെ ബ്രെയിനിലൊന്നും നിൽക്കില്ല. പിന്നെ എങ്ങനെ ഓർമ്മ കിട്ടുക? അപ്പോൾ അവിടെയാണ് നമ്മളുടെ റിവിഷൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ ഈ മറന്നു പോകുന്നതല്ല, നമ്മളുടെ ബ്രെയിൻ അങ്ങനെയാണ്. കാരണം ബ്രെയിനിന് പുതിയതായിട്ടൊരു കാര്യം കൊടുക്കുകയാണ്. അപ്പോൾ അത് പിന്നെയും ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ, റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറന്നു പോകും. പകരം നിങ്ങൾ റിവൈസ് ചെയ്യുകയാണെങ്കിലോ അത് അവിടെ തന്നെ കിടക്കും. നല്ല സ്ട്രോങ് ന്യൂറോണൽ കണക്ഷൻസ് ഫോം ചെയ്യും. നമ്മളുടെ ബ്രെയിൻ അത് എപ്പോഴും ഓർത്തെടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ റിവൈസ് ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്,
നമ്മൾ എക്സാമിന് നമുക്ക് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ലേ, നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് മിസ്സ് പറഞ്ഞ് ഞാൻ ക്ലാസ്സിൽ കേട്ടിട്ടുമുണ്ട്, പക്ഷേ കിട്ടുന്നില്ല അല്ലേ, കേട്ടിട്ടുണ്ട് കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥ വരുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ, പഠിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, നമ്മളെല്ലായിടത്തുനിന്ന് നോട്ട്ബുക്കും ക്ലാസ്സും ഒക്കെ കേട്ടിട്ടൊക്കെ പഠിക്കുന്നുണ്ട്, പക്ഷേ റിവൈസ് ചെയ്യുന്നില്ല. അങ്ങനെ റിവൈസ് ചെയ്യാതെ ആകുമ്പോഴാണ് എന്ത് പറ്റുന്നത്, നമ്മളുടെ നാവിൻ തുമ്പിലുണ്ടാവില്ല, കാര്യം അങ്ങോട്ട് എഴുതാൻ നമുക്ക് അങ്ങോട്ട് കിട്ടില്ല. എന്നാൽ ഇത് തന്നെ ആവണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല, നമ്മൾ കൺഫ്യൂസ്ഡ് ആകും, നമുക്കങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടില്ല. അപ്പം നമ്മളെല്ലാവരും എക്സാം ആവുന്നു, ടെൻഷൻ ആവുന്നു, പഠിച്ചതൊന്നും ഓർമ്മ കിട്ടുന്നില്ല എന്ന് എപ്പോഴും എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, എന്താണ്, നമുക്ക് പഠിച്ചത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ, നമ്മൾ റിവൈസ് ചെയ്തിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ ഇത് തന്നെയാണോ അതെന്താ നമുക്ക് ഓർത്തിട്ട് കിട്ടാത്തത്? അപ്പോൾ നമ്മൾ ടെൻഷൻ ആവാൻ തുടങ്ങും, നമ്മളുടെ കോൺഫിഡൻസ് പോകും. ഈ കോൺഫിഡൻസ് പോകാനുള്ള കാരണം എന്താ, നമ്മളുടെ തലയിൽ ആ കാര്യം നമ്മൾ ഉറപ്പിച്ചിട്ടില്ല. അങ്ങനെ ഉറപ്പിച്ച് വെച്ചതാണെങ്കിൽ നമുക്ക് ടെൻഷനില്ല, നമ്മളെന്താണ് റിവൈസ് ചെയ്യുന്നുണ്ട്, ഡെയിലി വൈസ് റിവൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ ബ്രെയിന് പെട്ടെന്ന് അത് ഓർത്തെടുക്കും. പക്ഷേ നമ്മൾ റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്, നമ്മളുടെ ബ്രെയിനിന് അത് റീകളക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം, നമ്മളുടെ ബ്രെയിനിൽ അതെടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. പക്ഷേ റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ബ്രെയിനിന് അത് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം. ഇനി നമ്മൾ എങ്ങനെ റിവൈസ് ചെയ്യും, റിവിഷൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. നമ്മൾ റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും ഓർമ്മ നിൽക്കില്ല. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെ റിവൈസ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ റിവൈസ് ചെയ്യാൻ പല മെത്തേഡ്സ്, പല കാര്യങ്ങൾ പലരായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്, നിങ്ങളിനിപ്പോൾ +1 പഠിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങളിനിപ്പോൾ ഏതെങ്കിലും പുതിയ കാര്യം പഠിക്കാൻ പോവുകയാണ്, പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് മുതലാണെങ്കിൽ റിവൈസ് ചെയ്യാനുള്ള മെത്തേഡ് വേറെയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ എക്സാം ഡേറ്റ് അടുത്തു അല്ലേ. അപ്പോൾ എക്സാം ഡേറ്റ് അടുത്ത സ്ഥിതിക്ക് നമുക്കിനി പുതിയ കാര്യങ്ങൾ വീണ്ടും നമ്മളുടെ തലയിൽ കയറ്റുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഉറപ്പിക്കുന്നതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ എക്സാം ഡേറ്റൊക്കെ നമ്മളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുക, നമുക്കതിനെ റിവൈസ് ചെയ്യും. അപ്പോൾ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നമ്മളെന്താണ്, പുതിയ കാര്യങ്ങൾ ഒരു 70% പഠിക്കും, ആൻഡ് ഒരു 30% നമ്മൾ റിവൈസ് ചെയ്യും. ഓക്കെ, പക്ഷേ ഇപ്പോൾ എക്സാം ഡേറ്റ്സ് ഒക്കെ അടുത്തതുകൊണ്ട് നമുക്കിനി കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മളുടെ പബ്ലിക് എക്സാമാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മൾ ഈ ഒരു 75% നമ്മൾ റിവൈസാണ് ചെയ്യേണ്ടത്. പുതിയ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒട്ടും അറിയില്ലെങ്കിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിൽ എന്താണ്, നമ്മൾ റിവൈസ് ചെയ്യുന്നതിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആ പഠിച്ച കാര്യങ്ങൾ ഇത്രയും കാലം എടുത്ത് നമ്മൾ പഠിച്ചത് നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയൊക്കെ നമുക്ക് റിവൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് നമുക്ക് എന്താണ്, നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ ഒരു മോഡൽ പേപ്പർ, അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുക്കാം. എന്നിട്ട് നമ്മളത് എഴുതി നോക്കാം. ഓക്കെ, ബുക്കൊക്കെ അടച്ചു വെക്കാം. എന്നിട്ട് നമ്മൾ തന്നെ എഴുതി നോക്കുക നമുക്ക് കിട്ടുന്നുണ്ടോ. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഒന്ന് ചെയ്യാം, റിവൈസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പ്രാക്ടീസ് ചെയ്യാം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം, എഴുതി പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ എക്സാമിന് എഴുതാനല്ലോ പോകുന്നത്. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ കംപ്ലീറ്റ് പാരഗ്രാഫാക്കി എഴുതൊന്നും വേണ്ട. നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യുക, എന്തൊക്കെയാണ് നമ്മളന്ന് പഠിച്ചത്. നമ്മളങ്ങനെ ഷോർട്ട് നോട്ട്, ജസ്റ്റ് ഇന്ന് ഞാൻ ഇത് പഠിച്ചു, ഈ ടോപ്പിക്കിൽ ഈ കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്, അങ്ങനെ നോട്ട് ഡൗൺ ചെയ്യുമ്പം എന്താണ്, നമ്മളുടെ ബ്രെയിൻ അതിലൂടെയൊക്കെ ഒന്ന് പോകും. അപ്പോൾ നമുക്ക് എന്താണ്, അതൊരു റിവിഷനാണ്. പിന്നെ എപ്പോഴും നിങ്ങൾ മിസ് പറയാറുണ്ട്, ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ട് എഴുതണം. ഓക്കെ, ഷോർട്ട് നോട്ട് എഴുതാനാണ് മിസ്സ് പറഞ്ഞത്. മിസ്സിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വേർഡ്സും അങ്ങനെ എഴുതിയെടുക്കാനല്ല. ക്ലാസ് കേട്ടു, ആ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ആ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് എഴുതി പോകണം. ആൻഡ് അതായിരിക്കണം നമ്മൾ റിവൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സംഭവം നോക്കുമ്പോൾ, നമ്മളുടെ ആ ഒരു ഷോർട്ട് നോട്ട് നോക്കുമ്പോഴേക്ക് എന്താണ്, നമുക്ക് ആ കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ കേട്ടതൊക്കെ നമുക്ക് ഓർമ്മ വരും, നമുക്കതൊക്കെ ഓർത്തെടുക്കാൻ വേണ്ടിയും പറ്റും. ഓക്കെ, നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്യാം. പിന്നെ റിവൈസ് ചെയ്യാന്നുള്ളത്, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മിസ് പറയാറുണ്ട് ഹൈലൈറ്റ് ചെയ്ത് പോകണമെന്ന്. ആ ഹൈലൈറ്റ് ചെയ്ത പോയിൻറ്റ്സിലൂടെ ഒന്ന് ഓടിപ്പോവുക. കാരണം
പഠിക്കാൻ നമ്മൾ ഒരു 3 മണിക്കൂർ എടുത്ത് പഠിച്ച കാര്യങ്ങൾ അത്രയും സമയമെടുത്ത് നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റില്ല. ഒരു 3 മണിക്കൂർ കൊണ്ട് പഠിച്ച കാര്യങ്ങൾ നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് വേണം റിവൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്താണ്, നമ്മൾ ഈസി ആക്കണം ആ പ്രോസസ്സ്. അല്ലാണ്ട് റിവിഷൻ എന്ന് പറയുന്നത് പഠിക്കുന്നതിനേക്കാളും ഡബിൾ പണിയുള്ളതാവരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. ആൻഡ് റിവിഷൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ MCQs ഒക്കെ കളിക്കുമ്പം ആക്ച്വലി അതൊക്കെ ഒരു റിവിഷനാണ്. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ ഹോൾ പ്രോസസ്സിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു മോഡ് ഓഫ് റിവിഷനാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ദെൻ ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഏറ്റവും സമാധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത് എന്താണ്, ടെൻഷൻ അടിക്കാതിരിക്കുക. ഓക്കെ, നമ്മളൊരു സിനിമ കാണാൻ പോയാൽ നമ്മൾ ടെൻഷൻ അടിച്ചാണോ ഇരിക്കുക? അല്ലല്ലോ. ആ സിനിമയിൽ കണ്ട എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുമോ? ഇല്ലല്ലോ. അതെന്താ, നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ. ആ ഒരു സിനിമ കാണാൻ പറഞ്ഞ ഒരു പ്രോസസ്സ് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്, നമ്മൾ ആ സ്ഥലങ്ങൾ മറക്കുമോ? ആ സമയത്തുണ്ടാകുന്ന അനുഭവങ്ങൾ മറക്കുമോ? ഇല്ലല്ലോ. കാരണം എന്താ, നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ മറന്നു പോകുന്നു എന്നുള്ളൊരു കാര്യം എന്താണ്, നമ്മൾ ലേണിംഗ് എൻജോയ് ചെയ്യുന്നില്ല. അപ്പോൾ അതെന്താണ്, മാക്സിമം എൻജോയ് ചെയ്യുക. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്. അപ്പോൾ ഇത് എൻജോയ് ചെയ്യുക എന്ന് പറയുക മാത്രമല്ല, അതെങ്ങനെ ചെയ്യണം. എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കണം, നമുക്കൊരു ഡ്രീം ഉണ്ടാവണം. നമ്മൾ എപ്പോഴും സ്വപ്നം കാണേണ്ടത് എന്താണ്, നമ്മൾക്ക് ഇപ്പം നമ്മൾ SSLC ആണെങ്കിൽ നമ്മൾ ഫുൾ A+ കിട്ടി, നമ്മളുടെ ആ ഒരു സന്തോഷം, നമ്മളുടെ പാരൻസിൻ്റെ സന്തോഷം, നമ്മൾ നല്ല സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ +2 ആണെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടി. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്വപ്നം കാണാം. ആ കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അപ്പം നമുക്ക് എന്താണ്, ഒരു ഡ്രീം വരും, ഒരു ഫയർ വരും. അങ്ങനെ നമ്മളുടെ ലേണിംഗ് എന്താവും, ഫുള്ളി നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. നന്നായിട്ട് ഓർത്തെടുക്കാനും പറ്റും. ആൻഡ് റിവിഷൻ്റെ കാര്യം ആരും മറന്നു പോകരുത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ എക്സാം അടുത്തു, ഇനി നമ്മൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഓർത്തെടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് ആർക്കും ഒന്നും മറന്നു പോവില്ല. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.